സദ്യയിൽ ഒട്ടുമിക്കവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള കൂട്ടുകറിയാണ് ഇന്നത്തെ വിഭവം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കടലപ്പരിപ്പ് നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. കടല കൊണ്ടും കടലപ്പരിപ്പ് കൊണ്ടും ഒക്കെ നമ്മൾ ഇത് ഉണ്ടാക്കാറുണ്ട്. ഞങ്ങളിവിടെ എപ്പോഴും കടലപ്പരിപ്പാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വെള്ളം പറഞ്ഞ അടുപ്പത്ത് വേവിക്കാൻ വെക്കാം. ഇത് കുക്കറിലിടാത്തത് എന്താണെന്ന് വെച്ചാൽ വല്ലാതെ അങ്ങ് വെന്തലിഞ്ഞു പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ആ പരിപ്പിൻ്റെ ആ ഒരു കടി കിട്ടുമ്പോഴേ കൂട്ടുകാർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പരിപ്പ് വെന്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്കിനി കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കാം. ചേനയും വാഴയ്ക്കും ഏകദേശം ഒരേ അളവിൽ മുറിച്ച് മഞ്ഞളും ഉപ്പും ചേർത്തിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. കടുക് പൊട്ടിച്ച് മുളക് വറുത്ത് അതിലേക്കാണ് നമ്മൾ തേങ്ങ ആഡ് ചെയ്യുന്നത്. തേങ്ങ ആഡ് ചെയ്യുമ്പോൾ തേങ്ങ ചിരകുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും ചെറിയ ജീരകവും ആഡ് ചെയ്തിട്ടാണ് വറുത്തെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ആഡ് ചെയ്യണം. പരിപ്പ് ആഡ് ചെയ്ത് നന്നായി മിക്സ് ആയതിനു ശേഷം അതിലേക്ക് 1.5 ആണി ശർക്കര ഇടുന്നുണ്ട്. അപ്പോഴേക്കും തേങ്ങയൊക്കെ ഇവിടെ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കുരുമുളകും കൂടെ നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത കുരുമുളകും തേങ്ങയും ആഡ് ചെയ്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് അടുപ്പത്ത് നിന്ന് വാങ്ങി വയ്ക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാണ്. മധുരമൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളാണെങ്കിൽ ചോറിന് കൂട്ടി കഴിക്കാൻ ഇത് തന്നെ ധാരാളമാണ്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.